ഹലോ ഫ്രണ്ട്സ്, ബാത്ത് ബ്ലസംസിൻ്റെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്വിക്ക് റിവിഷൻ സീരീസിൽ യൂണിറ്റ് 4ലേക്ക് എത്തിക്കഴിഞ്ഞു. ബ്രേവിംഗ് ദ ഹസാർഡ്സ് എന്ന യൂണിറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന അഞ്ജലി മജുംദാർ എഴുതിയ ഒരു എസ്സേയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ചും കേരളീയർ പലതരത്തിലുള്ള ഡിസാസ്റ്ററുകൾ, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ, ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി വെക്കൽ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സമ്മറിയിലേക്ക് നമുക്ക് പോവാം. ഡിസാസ്റ്റേഴ്സ് കോസ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈവ്സ് ആൻഡ് പ്രോപ്പർട്ടി. ദുരന്തങ്ങൾ ജീവനും സ്വത്തിനും വലിയ നാശനഷ്ടങ്ങൾ വിതക്കുന്നുണ്ട്. We can see that countries with a lower human development index are easily affected. നമുക്ക് കാണാൻ കഴിയും, ഈ ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാറുള്ളത്. ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ മോസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലഡ്സ്. അതിൽ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ മിക്കവാറും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങൾ എപ്പോഴും കൂടുതലായി അനുഭവിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ടവയാണ്. ഹവെവർ, ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ് ഓഫ് ഓൾ ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് വരൾച്ച തന്നെയാണ്. വെള്ളം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മഴ പെയ്യാത്ത അവസ്ഥ. ഇന്ത്യ ഈസ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് മെയിൻലി ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ. ഇന്ത്യ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള പ്രദേശമാണ്. കാരണം അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ ഭൂമിയുടെ ഉള്ളിലെ സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിയുടെ പ്രത്യേകതകളും അങ്ങനെയുള്ളതാണ്. The long coastlines of India, the perennial rivers in the north, snow-clad peaks, etc. are prone to disasters. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്, തീരദേശ പ്രദേശം എന്ന് പറയുന്നത് നീണ്ടു കിടക്കുന്നതാണ്. വളരെ വിശാലമായി നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ നിത്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ പുഴകൾ, അതുപോലെ മഞ്ഞ് പാളികളാൽ തലപൊക്കി നിൽക്കുന്ന ഉന്നതങ്ങളായ മലകളും കുന്നുകളും, ഇവയെല്ലാം ദുരന്തങ്ങൾക്ക് കാരണമാവുന്നവയാണ്. ഇന്ത്യ ഈസ് അഫക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യ പല തരത്തിലുള്ള ഡിസാസ്റ്ററിന് ദുരന്തങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ഡ്രോട്ട്സ്, വരൾച്ച, എർത്ത് ക്വേക്സ്, ഭൂകമ്പം, ഹീറ്റ് വേവ്സ്, ചുടുകാറ്റ്, ഹെയിൽ സ്റ്റോം. ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ ആലിപ്പഴത്തോട് കൂടിയിട്ടുള്ള കൊടും കാറ്റ്, സൈക്ലോൺസ്, ചുഴലിക്കാറ്റുകൾ, ആൻഡ് ഈവൻ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയറ്റ്സ് ആൻഡ് ഗ്യാസ് ലീക്സ്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായിട്ടുള്ള ലഹളകളും അതുപോലെ ഗ്യാസ് ലീക്കാവുന്നതും മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഡിസാസ്റ്റേഴ്സ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ്. വളരെ വലുതാണ് ഡിസാസ്റ്റർ കാരണമായിട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്, നാശനഷ്ടങ്ങളും മരണത്തിനും ഒക്കെ കാരണമാകുന്നു. ദ ഡാമേജ് ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം. ഒരുപാട് ആളുകളുടെ ജീവിത മാർഗങ്ങളെയാണ് അത് പൂർണ്ണമായിട്ടും തടയുന്നത്. നമുക്കറിയാം, നെയിംലി കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ എക്സെട്ര. നമ്മൾ കമ്മ്യൂണിക്കേഷൻ താറുമാറാവുന്നു, പവർ സപ്ലൈ താറുമാറാവുന്നു, വാട്ടർ സപ്ലൈ താറുമാറാവുന്നു. ഇതൊക്കെ ദുരന്തത്തിൻ്റെ അനന്തര ഫലങ്ങളാണ്. കൊമേഴ്സ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബാഡ്ലി അഫക്റ്റഡ്. വാണിജ്യ സാമ്പത്തിക രംഗം വളരെയധികം ഇത് കാരണം അഫക്റ്റഡ് ആവുന്നു. ബിൽഡിംഗ് റൂൾസ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റഡ്. ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ നിന്നും അതിജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറക്കണമെങ്കിൽ, അതിൻ്റെ ദുരിതം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബിൽഡിംഗ് റൂൾസൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്ലേ എ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്, സർക്കാരുകളാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് പ്ലേസ് ഓൺലി എ ഫെസിലിറ്റേറ്റിംഗ് റോള്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന് പറയുന്നത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും സംവിധാനിക്കേണ്ടതൊക്കെ സംസ്ഥാന സർക്കാരുകളാണ്. റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഷുഡ് ബി ഡൺ ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ലക്ഷക്കണക്കായ ഇത്തരത്തിൽ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്, ഇരകൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് കൃത്യമായ ഏകോപനത്തോടെയും പ്ലാനോടുകൂടി വിവിധ വകുപ്പുകൾ ചെയ്യേണ്ടതാണ്. റെസ്ക്യൂ ടീംസ് ഷുഡ് ബി ലേൺ. രക്ഷാപ്രവർത്തകർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം സ്പെഷ്യൽ സ്കിൽസ്, ഇതിനുവേണ്ട പ്രത്യേക കഴിവുകളും ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ഇരകളോടുള്ള അവരുടെ സമീപനങ്ങളും എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ബിസൈഡ്സ്, അതിനെല്ലാം പുറമെ ദേ ഷുഡ് ബി വെൽ എക്വിപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. രക്ഷാപ്രവർത്തകരെല്ലാം വളരെ സജ്ജരായിരിക്കണം. ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും മറ്റ് സഹായങ്ങൾ കൊണ്ടെല്ലാം സജ്ജരായിരിക്കണം രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നവർ. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.